ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ഏവർക്കും ലഭ്യമാകുന്നതാകണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഏതെങ്കിലും കുറച്ചാളുകൾ മാത്രം സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണം ഏകീകരിക്കപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണെന്നും കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന് എങ്ങനെ ഭാവിയിൽ എങ്ങനെയൊക്കെ ബാധിക്കും, ഗുണകരമായും അല്ലാതെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ സാറ്റലൈറ്റ് ഫോണുകളോ അല്ലെങ്കിൽ കണക്ടിവിറ്റി നെറ്റും എല്ലാം വരുന്നതിൻ്റെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ചില രാജ്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉപരോധം, സാധാരണഗതിയിൽ ഇപ്പോൾ സാങ്ഷൻസ് അങ്ങനെയൊന്നും അധികം ബാധിക്കാറില്ല ഈ അതത് സ്ഥലത്തെ ഡേ ടു ഡേ ലൈഫിനെ. പക്ഷേ എക്കണോമിക് സാങ്ഷൻസിനകത്ത് തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ഈ ടെക്നോളജിക്കൽ സാങ്ഷൻസ്. അത് അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ സാറ്റലൈറ്റ് നിയന്ത്രിതമായ സംവിധാനത്തിനെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നാളെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പ്രതിരോധിക്കുന്നതിന് യുദ്ധം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിലും അവർക്ക് അവരുടെ പ്രതിരോധത്തിന് വേണ്ടി അയക്കുന്ന സാധനങ്ങളെ സാറ്റലൈറ്റ് ഡിറ്റക്റ്റഡ് ഡയറക്റ്റഡ് സാധനങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്കും വരാം. ഞാൻ പറഞ്ഞത് ഈ ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺനെസ്സും എല്ലാം ഒരു വശത്തുകൂടി അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്തുകൂടി കോൺസെൻട്രേഷൻ വിചാരിക്കാത്ത തരത്തിലേക്ക് വളരെ ചുരുങ്ങിയ കൈകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്.